അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷെഫി ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് ആദ്യം തന്നെ പറയുവാനുള്ളത്, എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. അതായത് ഞാൻ ഇന്നലെ നിങ്ങളോട് ഒരു ലൈക്ക് ചോദിച്ചപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് ഒരുപാട് ലൈക്കുകളാണ് തന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഇന്നലത്തെ സ്റ്റോറിയിൽ 3300 ലൈക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് 50K 60K 70K വ്യൂസ് ഉണ്ടായാലും 2K ലൈക്ക് പോലും തികച്ച് കിട്ടാറില്ല കേട്ടോ. ഇന്നലെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ 3300 പേര് എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ. ഞാൻ എൻ്റെ സത്യം പറഞ്ഞ മനസ്സ് നിറഞ്ഞു കേട്ടോ. അത്രയും നമ്മളോട് ഇഷ്ടപ്പെട്ട ആളുകളുണ്ടല്ലോ അല്ലേ. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടോ, നമ്മളിതിൽ ഒരുപാട് പ്രായമായ ആളുകളുണ്ട്. പ്രായമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും അറിയാത്തൊരുപാട് ആളുകളുണ്ട്. അവരൊരിക്കലും ഞാൻ കുറ്റപ്പെടുത്തുകയൊന്നും ചെയ്യല കേട്ടോ. പാവങ്ങൾ പഠിച്ചവനെ നമ്മുടെ സ്റ്റോറിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരിക്കും. ആരെങ്കിലും ഒരു പക്ഷേ സ്റ്റോറി വെച്ച് കൊടുക്കുകയായിരിക്കും. എൻ്റെ വല്യമ്മ, ഞാൻ ഉദാഹരണത്തിന് പറയാം, എൻ്റെ 73 വയസ്സുള്ള വല്യമ്മ സ്ഥിരമായിട്ട് എൻ്റെ സ്റ്റോറി കേൾക്കുന്ന ആളാണ്. എൻ്റെ വല്യമ്മക്ക് ഒരാൾ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ. വല്യമ്മക്ക് ആ ടച്ച് ഫോണില്ലേ നമ്മളെ സാധാരണ ആ ഫോണ്, വാട്സപ്പും യൂട്യൂബിൽ നിന്നും കിട്ടുന്ന ഫോണും വല്യമ്മക്ക് യൂസ് ചെയ്യാൻ കൊടുത്തിരുന്നു. അമ്മ കൊണ്ടുപോയി കൊടുത്തിരുന്നു. പക്ഷെ അത് യൂസ് ചെയ്യാൻ കഴിയായിട്ട് സാധാ നമ്മൾ സ്വിച്ച് ഫോണാണ് കേട്ടോ വല്യമ്മ ഉപയോഗിക്കൽ വിളിക്കാനൊക്കെ. അപ്പോൾ എന്തൊക്കെ തന്നെയല്ല, അമ്മ വരുന്ന സമയത്ത് വല്യമ്മ നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ നുസൈബയുടെ കഥയൊക്കെ എൻ്റെ അമ്മോന് വെച്ച് കൊടുക്കും. പക്ഷേ അമ്മോനിപ്പോൾ ചെറുതായിട്ടൊരു വിഷമകരമായൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല ജോലിയൊക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു. പെട്ടെന്ന് ബ്ലോക്ക് വന്നിട്ട് അതിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ വല്യമ്മക്കിപ്പോൾ കഥ വെച്ച് കൊടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട അമ്മോൻ അവിടെ എത്തുന്നില്ല എന്നുള്ള കാര്യം ഭയങ്കര ഒരു സങ്കടമാണ് കേട്ടോ. കാരണം എന്തൊക്കെ തന്നെയായാലും ചെറുപ്പം മുതലേ വല്യമ്മാനെ എല്ലാ കാര്യത്തിലും സഹായിച്ചിരുന്നതെന്ന് എൻ്റെ അമ്മോനെന്ന് വെച്ചാൽ ഇപ്പോൾ അധികം പ്രായമൊന്നും ആയിട്ടല്ല, പക്ഷേ പെട്ടെന്ന് അങ്ങനെ വന്നു. നല്ല ഉഷാറുള്ള അമ്മോനായിരുന്നു. പെട്ടെന്ന് ബ്ലോക്ക് വന്ന് റെസ്റ്റൊക്കെ ആണ്. അപ്പോൾ ഓപ്പറേഷൻ ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എന്തൊക്കെ തന്നെയായാലും എൻ്റെ വല്യമ്മാൻ്റെ അരികിൽ നമ്മുടെ സ്റ്റോറിയൊക്കെ വെച്ച് കൊടുത്ത് എപ്പോഴും നമ്മൾ ഉമ്മമാരെ സന്തോഷിപ്പിക്കണം എന്നാണല്ലോ. അപ്പോൾ വല്യമ്മക്ക് ഇഷ്ടം എന്താ, നുസൈബാൻ്റെ സ്റ്റോറി കാണണം എന്നുള്ളതാണ്. ഒരു നേരം അത് കാണുമ്പോൾ അവർക്കൊരു സന്തോഷം. കാരണം പഴയ രീതിയിലുള്ള കഥകളൊക്കെ ഇങ്ങനെ ആകുമ്പോൾ അവർക്കൊരു സന്തോഷമാണല്ലോ പ്രായങ്ങൾക്ക് കേൾക്കാനൊക്കെ. അപ്പോൾ എന്തൊക്കെ തന്നെയല്ലോ ആ ഒരു വിഷമമുണ്ട് കേട്ടോ വലിയ. പിന്നെ ഉമ്മയുടെ പ്രാർത്ഥന എന്ന് വെച്ചാൽ അത് വലിയൊരു തന്നെയല്ലേ. എന്തായാലും എൻ്റെ അമ്മാവന് ഉമ്മയുടെ പ്രാർത്ഥന എപ്പോഴും കിട്ടും. കാരണം എപ്പോഴും വല്യമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അമ്മ ശ്രമിക്കൽ. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ്ണ ഷിഫ നൽകി അനുഗ്രഹിച്ച് പ്രായമായ ഉമ്മയുടെ അരികിൽ പോവാനും അവരെ ശുശ്രൂഷിക്കാനൊക്കെ ഉള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രായമായ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ അറിയാത്തവരുണ്ടാവും. അള്ളാഹുവേ അവർക്കൊക്കെ നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുക റഹ്മാനെ. അവരൊക്കെ ഒത്തിരി ഇഷ്ടത്തോടു കൂടി നമ്മുടെ സ്റ്റോറി കേൾക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് സ്റ്റോറിയിലേക്ക് പ്രവേശിക്കാം കേട്ടോ. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ സ്റ്റോറി അല്ലേ? നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ നിരപരാധിത്വമെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു. അതെ, അദ്ദേഹം അസ്ഹറ ബത്തൂൽ അവളെല്ലാം പറഞ്ഞു, ബാബ ഒരിക്കൽ പോലും അവരെ ഉപദ്രവിക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ ഉസ്താദല്ലേ, ഒന്നുമില്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതിത്തരുന്ന ഉസ്താദല്ലേ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടോ. ഞാനിങ്ങനെ സ്റ്റോറി പറയുമ്പോൾ ചില ഭാഗങ്ങളിലെത്തുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടി ഞാൻ കരയാറുണ്ട്. കാരണം നമ്മൾ ആ സ്റ്റോറി പറയുമ്പോൾ നമ്മൾ അതിലേക്ക് കണ്ട് ഫീൽ ചെയ്ത് പറയാണ്. അപ്പോൾ ആരൊക്കെ പറയുന്നുണ്ട്, വെറും അഭിനയിക്കലല്ലേ, എന്തിനാ അങ്ങനെ അഭിനയിച്ച് കരയുന്നത്? സത്യം പറഞ്ഞാൽ അഭിനയിച്ച് കരയാൻ എന്നെക്കൊണ്ട് കഴിയില്ല. ഞാൻ നല്ല മനസ്സ് വേദനിക്കുമ്പോഴാണ് കണ്ണിൽ നമുക്കെല്ലാവർക്കും കണ്ണുനീര് വരും അല്ലേ. അപ്പോൾ ഖത്തറിലുള്ള ഒരു മോന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അല്പം സംസാരശേഷി കുറച്ചൊരു കുറവാണെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്ത് കൊണ്ട് എന്നാലും കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അവർ ഈ സ്റ്റോറി കേൾക്കാറുണ്ട് അത്രേ. ആ കുട്ടി ചോദിച്ചല്ലോ, ഈ ഇത്ത കരയാറുണ്ടോ, ശരിക്ക് കരയുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയും, നമ്മൾക്ക് വെറുതെ കരയാൻ കഴിയില്ല. നമുക്ക് മനസ്സ് വേദനിക്കുന്ന ഒരു വാക്കുകളൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ഷെഫി ഉസ്താദിനൊക്കെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ നേരിടേണ്ടി വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും കരഞ്ഞില്ല. എല്ലാവർക്കും സങ്കടപ്പെട്ടൊരു സംഭവം അല്ലേ.
ഒരുപാട് കമൻറ്റ് കാണാറുണ്ട് ഞാനും കരഞ്ഞു പോയെന്നൊക്കെ അല്ലേ. നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതാണത് അല്ലേ. എല്ലാവർക്കും കരയാൻ കഴിയൂല. ഖസ്വത്തുൽ കൽബ് എന്ന സംഭവം ഉണ്ടല്ലോ, അതൊന്നുള്ളവർക്ക് കരയാൻ കഴിയൂല. അത്രക്കും സോഫ്റ്റ് ആയിട്ടുള്ളവരൊക്കെ പെട്ടെന്ന് കരയും. എന്തൊക്കെ തന്നെയായാലും നമ്മുടെ സ്റ്റോറി കാണുന്ന എല്ലാവർക്കും പടച്ച റബ്ബ് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മൾ വലിയൊരു കുടുംബമാണല്ലോ ഇപ്പോൾ, അൽഹംദുലില്ലാ. എനിക്ക് വലിയൊരു കുടുംബത്തെ കിട്ടിയത് വലിയൊരു സന്തോഷമാണ്. എപ്പോഴും ദുആയിൽ ഉൾപ്പെടുത്താറുണ്ട്. എന്തൊക്കെ തന്നെയായാലും അതാ നേരെ ബത്തൂൽ പിതാവിനോട് ആ കാര്യം വീണ്ടും പറയുന്നു. ബാബാ, ഒരിക്കലും പാടില്ലായിരുന്നു. എനിക്ക് വേണ്ടി ഖുർആൻ പഠിപ്പിച്ചു തരുന്ന ആ പരിശുദ്ധനായ ആ ഉസ്താദിനെ ഒരിക്കൽ പോലും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു ബാബാ. മാപ്പ് പറയണം, എനിക്ക് നേരിട്ട് പോയി മാപ്പ് പറയണം. മോളെ, ഞാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ കുട്ടിക്ക് ഞാനൊരു പിതാവല്ലേ മോളെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഏതൊരു പിതാവായാലും. ബാബാ, ഒന്നും കൂടി നമുക്ക് ഷെഫി ഉസ്താദിൻ്റെ അരികിലേക്ക് പോകണം. അങ്ങനെ അതാ ആ മോളുടെ നിർബന്ധപ്രകാരം അവർ രണ്ടുപേരും ഷെഫി ഉസ്താദിൻ്റെ അരികിലേക്ക് എത്തുന്നു. എന്നാൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഹറ ബത്തൂൽ ഉസ്താദിൻ്റെ അരികിലേക്ക്, ഉസ്താദെ, എന്നോട് പൊറുക്കണം. ഞാൻ ഒരിക്കൽ പോലും അങ്ങയുടെ കണ്ണീര് കളയാൻ പാടില്ലായിരുന്നു. എനിക്ക് പുറത്തു തരണം ഉസ്താദെ. അങ്ങൻ്റെ വന്ധ്യനായ ഉസ്താദല്ലേ നിങ്ങൾ. അതിനു വേണ്ടി ഞാൻ എന്തും സഹിക്കാൻ തയ്യാറാണ്. ദയവായി അങ്ങ് എന്നോട് പൊറുക്കണം. അവൾ വിതുമ്പിക്കൊണ്ട് അത് പറയുമ്പോൾ ഷെഫി ഉസ്താദ്, ഹേയ് സഹർ ബത്തൂൽ, ഒന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അതെ, ഏതൊരു പിതാവും ചെയ്തു പോകുന്നതേ ഉപ്പ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല ബത്തൂൽ. എന്നാൽ ആ പിതാവിനെ വല്ലാത്തൊരു സങ്കടമായിരുന്നു. എങ്ങനെയെങ്കിലും പ്രായശ്ചിത്തം ചെയ്തേ തീരൂ. എന്നാൽ സഹ്റ ബത്തൂലിനെ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം കണ്ട ആ ഒരു ടെൻഷനായിരുന്നു. റബ്ബേ, എൻ്റെ ഉസ്താദ് എന്ത് കരുതിയാവോ. ആ ദിവസം രാത്രി അതാ അറബിയും അറബിച്ചിയും റൂമിൽ കിടക്കുകയാണ്. ആ സമയത്ത്, എടേ, എന്തർബ, എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യണം തോന്നുന്നു. എന്ത് കാര്യം? എന്തൊക്കെ തന്നെയാലും ഷെഫി ഉസ്താദിനെ നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞിവിടെ നിർത്തണം. അദ്ദേഹം പോകാൻ വേണ്ടി ഒരുങ്ങാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അതെ, അങ്ങ് എന്തെങ്കിലും ഒരു വാക്ക് അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹം ഇവിടെ നിൽക്കുമായിരിക്കും. ആ പാതിരാത്രിയിൽ തന്നെ അപ്പോൾ തന്നെ അതാ അവിടെ നിന്ന് അറബി ഇറങ്ങുന്നു. മോനെ ഷെഫി. എന്നാൽ ഷെഫി ഉസ്താദ് പോകുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അറബി പറഞ്ഞു, മോനെ ഷെഫി, പോവരുത് മോനെ, പോവരുത്. നീ പോയി കഴിഞ്ഞാൽ എൻ്റെ ബത്തുൽ തനിച്ചാകും. നീ പോകരുത് പൊന്നു മോനെ, നിനക്ക് വേണ്ടി എന്തും ഞാൻ തരാൻ തയ്യാറാണ്. അറബിയുടെ കണ്ണീരോടെയുള്ള ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ മനസ്സലിയുന്നു. അർബാ, ഒരിക്കലും നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നുകൊണ്ടുമല്ല, ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് മോനെ, പൊന്നു മോനെ. മോൻ വന്നിട്ട് അധികമായിട്ടില്ല, ഉമ്മയെ ഒക്കെ കണ്ടതുമാണ്, അതുകൊണ്ട് പൊന്നു മോൻ ഇപ്പോൾ പോവരുത്. ഒരു നിമിഷം ഷെഫി ഉസ്താദ് വിചാരിച്ചു, അതെ, എൻ്റെ ഉമ്മയെയും എൻ്റെ ഉസ്താദിനെയും കുടുംബത്തെയൊക്കെ ഉംറയ്ക്ക് കൊണ്ടുവരാനൊക്കെ സഹായിച്ചത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന് ഒരു തെറ്റ് പറ്റിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അർബ, ഞാൻ എന്ത് ചെയ്യണം? മോനെ, ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞാൽ നീ അത് ഏറ്റെടുക്കുമോ? അർബ, എന്താണത്? മോനെ, എൻ്റെ സഹ്റ ബത്തൂലിനെ നീ സംരക്ഷിക്കണം. അർബ, ഞാൻ അവളെ സംരക്ഷിക്കുന്നുണ്ടല്ലോ. മോനെ, അതല്ല, നിൻ്റെ ജീവിത സഖിയാക്കി എൻ്റെ സഹ്റ ബത്തൂലിനെ നീ ചേർക്കുമോ? അത് പറഞ്ഞുകൊണ്ട് അറബി പൊട്ടിക്കരയുകയായിരുന്നു. ഒരു നിമിഷം ഷെഫി ഉസ്താദ് ഞെട്ടിപ്പോയി. യാ അല്ലാ, ഞാൻ എന്തേ കേൾക്കുന്നത്? റഹ്മാനെ, ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യം, അതും ഒരു അറബിയുടെ മകളെ. റഹ്മാനെ, എന്താ? അവളുടെ ആ ശരീരഭാഗം ഞാൻ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സാകെ പതറിപ്പോയിരുന്നു. റബ്ബേ, എങ്ങനെ ഇത് അറിയുന്നില്ല, അവളോട് എങ്ങനെ പറയുമെന്ന് എൻ്റെ പേരിൽ. എന്നാൽ ഇപ്പോൾ ഇതാ
എന്നാൽ അറബി പറഞ്ഞു, പൊന്നു മോനെ ഷിഫി, നിന്നെ ഞാൻ ഉപദ്രവിച്ചതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് നീ അത് ഏറ്റെടുക്കണം. അതെ, എൻ്റെ മകളെ നീ നിക്കാഹ് കഴിക്കണം. ശരിക്കും ഷെഫി ഉസ്താദ് ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. യാ റബ്ബേ, അല്ലാഹ്, എന്താ ഇത്? ഞാൻ അർബ, ഞാനൊരു മലയാളിയാണ്, ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അങ്ങ് പറഞ്ഞത് എനിക്ക് എങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക്... പൊന്നുമോനെ, നീ ഒന്നും ടെൻഷൻ ആവേണ്ട, ഒരു കാര്യമില്ല പൊന്നുമോനെ. എൻ്റെ പൊന്നുമോൻ ഒന്നും വിചാരിക്കണ്ട. എനിക്ക് മോനോട് പറയുവാൻ എൻ്റെ മനസ്സ് തുടിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ നിനക്ക് ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ട് തരുവാൻ ഏറ്റവും ഉചിതം എൻ്റെ പൊന്നു മോളെ തന്നെയാണ്. അതെ, എൻ്റെ മകളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നീ അങ്ങനെ ചെയ്തതെന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു പൊന്നുമോനെ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനോട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ഒരിക്കലും എൻ്റെ മകളെ നിനക്ക് വേണ്ടി അടിച്ചേൽപ്പിക്കുന്നില്ല. സമ്മതമാണെങ്കിൽ മാത്രം മോൻ എൻ്റെ കുട്ടിയെ നിക്കാഹ് ചെയ്യണം. എന്താ? ഷെഫി ഉസ്താദ് ഒരു നിമിഷം, അർബ, ഒരിക്കൽ പോലും ഞാൻ അവളെ വിവാഹം കഴിക്കാൻ യോഗ്യനല്ല. എനിക്കതിനുള്ള യോഗ്യതയില്ല. ഞാനൊരു വെറും മലയാളിയായ ഒരു പാവപ്പെട്ട ആളാണ്. എനിക്കൊരിക്കലും ഇത്രയ്ക്കും വലിയ കോടീശ്വരനായ അറബിയുടെ മകളെ വിവാഹം കഴിക്കുവാനുള്ള യോഗ്യതയില്ല അർബ. പൊന്നുമോനെ, നിന്നോളം യോഗ്യത വേറെ ആർക്കുമില്ല. നീ ഖുർആൻ പഠിപ്പിക്കുന്നവനാണ്, പഠിച്ചവനാണ്, അത് ചൊല്ലിക്കൊടുക്കുന്നവനാണ്. നിൻ്റെക്കാൾ പോരുഷ ഇവിടെ ഒരാൾക്കുമില്ല. ഏതൊരു ജോലിയേക്കാളും ഏറ്റവും കൂടുതൽ പവറുള്ള ജോലി ഖുർആൻ പഠിപ്പിക്കുന്നത് തന്നെയാണ്. അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട് ഒരു ജോലിയുമല്ല. ഒരു ഡോക്ടറോ എഞ്ചിനീയറോ വക്കീലോ ബിസിനസ്സുകാരനോ ഒന്നുമല്ല ഏറ്റവും നല്ല ജോലി. അതെ, ഖുർആൻ പഠിപ്പിക്കുന്നത് തന്നെയാണ്. അതിനേക്കാൾ വലിയൊരു ശ്രേഷ്ഠതയുള്ള ജോലി ഇല്ല. അത് ഈ ദുനിയാവിലാണെങ്കിലും നാളെ ആഖിറത്തിലേക്കും തന്നെ ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒന്നായിരിക്കും അത്. ഷെഫി ഉസ്താദിനെ അറബിയുടെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്താ റബ്ബെ ഞാൻ കേൾക്കുന്നത്? അതെ, എന്നെ എല്ലാവരും ചതിച്ചു പോയിട്ടേ ഉള്ളൂ. പക്ഷേ എനിക്ക് വേണ്ടി ഇങ്ങനൊരു അഭ്യർത്ഥന അത് ഞാൻ ആദ്യമായിട്ടാണ്. അല്ലാ, അതെങ്ങനെ നടക്കാനാ? ഞാനും അവളും എങ്ങനെ യോജിക്കും? റബ്ബേ, ഞാനൊരു പാവപ്പെട്ട മനുഷ്യൻ, ഇവരൊരു കോടീശ്വരി, അത് എങ്ങനെ റബ്ബേ നടക്കുക? എന്നാൽ ഈ വിവരം അതാ അറബിച്ചിയോട് അറബി പറയുന്നു, നമ്മുടെ പൊന്നു മോളെ ഷെഫി ഉസ്താദിന് കൊടുക്കണം, അവൻക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മോൾ ഒരിക്കലും കഷ്ടപ്പെടില്ല, അവളുടെ സന്തോഷം അതാണ്. എന്താ അർബ, നിങ്ങൾ എന്തീ പറയുന്നത്? ഷെഫി ഉസ്താദ് നമ്മളെ മകളെ എങ്ങനെ സ്വീകരിക്കും? അത് നമുക്ക് കാര്യങ്ങളെല്ലാം പറയാം. ആ ഉസ്താദ് എന്ന് വെച്ചാൽ അത്രക്കും നല്ലൊരു ഉസ്താദാണ്. നമ്മുടെ മകൾ എങ്ങനെ അദ്ദേഹത്തിന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത്രക്കും സോലിഹായ ഖുർആൻ പഠിപ്പിക്കുന്ന ആ മനുഷ്യനെ നമ്മൾ, സത്യം പറഞ്ഞാൽ ആ മകളെക്കുറിച്ചോർത്ത് ആ ഉമ്മയും ഉപ്പയും വിഷമിക്കുകയായിരുന്നു. എന്തൊക്കെ തന്നെയായാലും തൻ്റെ മകൾക്ക് പ്രിയപ്പെട്ട ഒരു കൂട്ട് ഷെഫി ഉസ്താദിന് ലഭിച്ചു. പക്ഷേ അബദ്ധവശാൽ കുറച്ച് ഉപദ്രവിക്കേണ്ടി വന്നു. അതിനെ പ്രായശ്ചിത്തമായിക്കൊണ്ട് തൻ്റെ പൊന്നുമകളെ അതാ ഉസ്താദിന് നൽകാമെന്ന് അറബി വാക്ക് കൊടുക്കുകയാണ്. എന്നാൽ അവരുടെ ഉമ്മ, സഹറ ബത്തൂലിൻ്റെ ഉമ്മ, അതൊരിക്കലും അതിന് സപ്പോർട്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഞങ്ങളുടെ പൊന്നുമകളെ അവർ വിളിപ്പിക്കുന്നു. മോളെ, ബാബാ, മോളെ, എനിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട്. മോള് വിവാഹപ്രായമെത്തി നിൽക്കുകയാണ്. മോൾക്ക് പറ്റിയൊരു വരനെ നമുക്ക് കണ്ടുപിടിക്കാം. ബാബാ, എനിക്ക് വിവാഹമോ? അങ്ങ് എന്താണ് പറയുന്നത് ബാബാ? എനിക്ക് എങ്ങനെ വിവാഹം ഉണ്ടാവും? മോളെ, അങ്ങനെ പറയരുത്. എന്താ എൻ്റെ മോൾക്ക് കുഴപ്പം? ഒന്നുമില്ലല്ലോ ബാബാ. ആരെയും ചതിക്കാൻ പാടില്ല ബാബാ. മോളെ, ആരെയുമില്ല, എല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ. ആ പൊന്നുമകളുടെ കരഞ്ഞുകൊണ്ടുള്ള ആ ഒരു വാക്കുകൾ കേട്ട് ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അല്ലാ, എൻ്റെ പൊന്നുമോൾക്ക് റഹ്മാനെ നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യേ റഹ്മാനെ. അവൾ കരയുകയായിരുന്നു. ബാബാ, ആരെയും ചതിക്കാൻ പാടില്ലട്ടോ. ആരെയും ഇല്ല മോളെ, ഒരിക്കലുമില്ല. എന്നാൽ ആ ദിവസം ഷെഫി ഉസ്താദ് തന്നോട് അറബി പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ ആലോചിച്ചിട്ട്
ഷെഫി ഉസ്താദ് ഓരോന്ന് ആലോചിക്കുകയെന്ന്. റബ്ബേ റഹ്മാൻ അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോവോ എനിക്കറിയുന്നില്ല. അല്ല, എൻ്റെ ഭാഗം ഞാൻ ക്ലിയറാക്കും. പക്ഷേ ഒരിക്കൽ പോലും എനിക്ക് അവളെ വിവാഹം കഴിക്കാനുള്ള യോഗ്യതയില്ലല്ലോ റബ്ബേ എന്നത് ആലോചിക്കുമ്പോൾ മനസ്സുവല്ലാതെ വിങ്ങാണ്. ഷെഫി ഉസ്താദിൻ്റെയും സഹറ ബത്തൂലിൻ്റെയും നിക്കാഹ് കഴിക്കുവാനാണ് അറബിയുടെ പ്ലാനിങ്. പക്ഷേ സഹറ ബത്തൂൽ അവളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരുടെയും കണ്ണ് നിറഞ്ഞു പോകും. അതാണ് അവളുടെ അവസ്ഥ. സഹറ ബത്തൂലിന് സത്യത്തിൽ എന്താണുള്ളത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. ഇൻഷാ അല്ലാ ഇതറിയുമ്പോൾ നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ പ്രതികരണം എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിഷമകരമായ ഒരു വാർത്ത കേട്ടിട്ടോ. ഒരു പെൺകുട്ടി മരണപ്പെട്ടതാണ്. അതായത് 4 മാസം പ്രായമുള്ള കുഞ്ഞുണ്ടല്ലോ, യമിൽ ഇബാക്ക് എന്ന് പറഞ്ഞൊരു പൊന്നു മോനുണ്ട്. അതുപോലെ ഭർത്താവ് സാബിത്ത്. ഇന്ന് രാത്രി 9 മണിക്ക് മറവ് ചെയ്തിട്ടുണ്ടാവും. അല്ലാഹുവേ, കൽപ്പറ്റയാണ് കേട്ടോ. ഇവിടെ അൽഷിഫയിൽ നിന്നാണ് മരിച്ചതെന്നാണ് പറഞ്ഞത്. എന്താണ് സംഭവം ഏതാണെന്നും അറിഞ്ഞിട്ടില്ല. എന്തായാലും അത് ഫേസ്ബുക്കിൽ ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിട്ടു. 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ വിട്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിലേക്ക് പോവുകയാണ്. റബ്ബേ, ആ ഭർത്താവിൻ്റെ വിഷമം എത്ര ആയിരിക്കും. തൻ്റെ പൊന്നു മോൻ 4 മാസമാണ് പ്രായം, അതായത് 90 കഴിഞ്ഞ്. എന്താല്ലേ, അത് കൽപ്പറ്റയാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതിനെക്കുറിച്ച്. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ റഹ്മാനെ. ആ പൊന്നുമോളുടെ മാതാപിതാക്കളൊക്കെ എത്ര വിഷമിക്കുന്നുണ്ടാവും. ആ ഭർത്താവ്, ആ പൊന്നു മോൻ. അള്ളാഹു ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ പൊന്നുമോളുടെ ഖബറിടം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.